KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് SFI പ്രവർത്തകർ തല്ലിയിറങ്ങും. അവിടെ കർത്താവുണ്ട്, കർമ്മമുണ്ട്, എല്ലാമുണ്ട്. നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റാ. നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത്, വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ? ഇന്നലെ ഞാനൊരു വിഷ്വൽ കണ്ടു, യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോൾ കാണുകയാണ്. ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്നതാണ്, മാരകമായിട്ട് തല്ലുന്നത്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് കലോത്സവത്തിലുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച്, കസേരയൊക്കെ ഉപയോഗിച്ച് തല്ലിച്ചിറക്കിയാണ്. പിന്നീടാണ് ഇത് മർദ്ദനമേറ്റത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ്, തൃശ്ശൂർ കേരള കോളേജിൽ നിന്ന് അറിയുന്നത്. ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാ? ആ പടം, ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു SFI KSU സംഘർഷം. അവിടെ തല്ലുകൊണ്ടവനാരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല. തൊട്ടു താഴെ ഒരു ആംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട്. KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് SFI പ്രവർത്തകർ തല്ലിയിറങ്ങും. അവിടെ കർത്താവുണ്ട്, കർമ്മമുണ്ട്, എല്ലാമുണ്ട്. നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റാ. പക്ഷെ അപ്പുറത്തുള്ളതിലോ ആരെ തല്ലിയെന്നില്ല. അല്ല, മൂന്നാമത്തെ പടം എന്തായിരുന്നു? ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ, അതിപ്പോൾ പുറത്തു വന്നു. മൂന്നാമത്തെ അല്ല, 2 പടം പുറത്തു വന്നു. മൂന്നാമത്തേത് ഇപ്പോൾ 2 പടം പത്രം പ്രസിദ്ധീകരിച്ചു. പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്തിപ്പോൾ വന്നു. ആംബുലൻസിൽ പോയ KSU പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലേ? ഒരാൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു, എന്താണ്, നാം സേഫാണ് അല്ലേ, സേഫാണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു. ആ പടം കണ്ടു. അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല. ഇത് വസ്തുതയല്ലേ? ഈ കാര്യം ശരിയല്ലേ? ഇനി ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഈ മഴനിഴൽ പ്രദേശമാണ്, അവിടെ മഴവെള്ള സംഭരണി നടക്കുമോ എന്ന് ചോദിക്കുന്ന പലരുണ്ടല്ലോ. അവരോടാണ് ഞാൻ അഹല്യയുടെ കാര്യം പറഞ്ഞത്. അഹല്യയിൽ മഴവെള്ള സംഭരണി ഉണ്ടെന്ന് മാത്രമല്ല, മലയാള മനോരമയുടെ പലതുള്ളി പുരസ്കാരം കൊടുത്തത് അതിനാണ് താനും. ആ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, അപ്പം അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാവും, മഴവെള്ളം സംഭരിക്കാൻ പറ്റും, അതിന് പുരസ്കാരവും കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. അതെനിക്ക് അറിഞ്ഞൂടാ. അല്ല, അറിയേണ്ട കാര്യങ്ങളെ അറിയാറുള്ളൂ. ഞാൻ ഈ പരദൂഷണം അങ്ങനെ അന്വേഷിച്ച് നടക്കാറില്ല. അതുകൊണ്ട് അത് അവാർഡ് പ്രഖ്യാപിച്ചതല്ലേ, അതിലെന്താ? അവാർഡ് പ്രഖ്യാപിച്ച കാര്യമല്ലേ, നല്ല കാര്യമല്ലേ? അല്ലെന്ന് മനോരമ ഇങ്ങനെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാണത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്? അല്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യമാണ്, അതുകൊണ്ടാ. ആണോ എനിക്കറിയില്ല, അതുകൊണ്ടാ. എനിക്കറിഞ്ഞൂടാ. വസ്തുതയാണെങ്കിൽ ശരി. ഞാൻ ഇതിന്റെ ബന്ധുത്വം അന്വേഷിച്ച് പോയിട്ടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ബന്ധുത്വത്തിന് അങ്ങനെ പറയരുത്. അല്ലല്ല, അതങ്ങനെയല്ല. കാരണം മലയാള മനോരമ പ്രഖ്യാപിച്ച് നടത്തുന്ന പുരസ്കാരം എല്ലാ വർഷവും ഉണ്ട് ഇല്ലേ? പലതുള്ളി പുരസ്കാരം എല്ലാ വർഷവും ഉള്ളതാണ്. അവര് പ്രസിദ്ധീകരിച്ച് സമ്മാനം കൊടുത്ത് പടവും വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കാര്യം ഞാൻ പറയുന്നതിൽ എന്തിനാണ് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ടത്? അത് അഭിനന്ദനാർഹമായൊരു കാര്യമല്ലേ? ഞാൻ പറഞ്ഞത് പലതുള്ളി പുരസ്കാരം കിട്ടാൻ മാത്രം മെച്ചപ്പെട്ട മഴവെള്ള സംഭരണം അവിടെ സാധ്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എനിക്കറിഞ്ഞൂടാ. അറിയുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. പൂർണ്ണമായും വസ്തുത. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മഴവെള്ളം അവിടെ സംഭരിക്കാൻ പറ്റുന്നുണ്ട്, അതറിയാം. നിഴലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞൂടാ. മഴവെള്ളം അവിടെ സംഭരിക്കാൻ പറ്റുന്നുണ്ട്. 24 കോടി ലിറ്റർ മഴവെള്ളം സംഭരിച്ച സ്ഥലമുണ്ട്. അവിടേക്കല്ലേ നമ്മൾ പോകുന്നത്? അപ്പോൾ 17-ാം തീയതി നമ്മൾ പോകുന്നുണ്ടല്ലോ. ഏതാ പ്രസ്തുത പത്രം? ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ചെലവിൽ പറയാൻ ശ്രമിക്കരുത്. ഞാൻ പറയാറില്ല അങ്ങനെ. ഞങ്ങളെ വിമർശിക്കാറുണ്ട്, ഞങ്ങളെ ശക്തമായിട്ട് എതിർക്കാറുണ്ട്, ഞങ്ങളതിനെ നേരിടാറുമുണ്ട്. അത്ര ആ ബന്ധമാണ്, വിമർശനാത്മക ബന്ധമാണുള്ളത് ഞങ്ങൾക്ക്. അത് പക്ഷേ ഞങ്ങൾക്ക് നിർവഹിക്കാതിരിക്കാൻ മാർഗമില്ല. കാരണം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ശക്തമായിട്ട് ഏകപക്ഷീയമായിട്ട് എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനെ നേരിട്ടേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
അപ്പം അങ്ങനെ ഒരു സമീപനം എടുക്കരുത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ മിണ്ടാതിരുന്ന് കേട്ടോളണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസല്ലേ? അത് പറ്റുമോ? ആ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഒരു കാര്യവും ഒരു വിമർശനം ഞങ്ങൾക്കില്ല. ആശങ്കകൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ആ ആശങ്കയൊക്കെ പരിഹരിക്കും. അപ്പോൾ വേറെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് വല്ലതും സാധ്യത ഉണ്ടോന്നാണ് നോക്കുന്നതല്ലേ? ശരി, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മഴവെള്ള സംഭരണം നമുക്ക് കാണാം.